കൺസ്ട്രക്ഷൻ ചെയ്തത്. ലിജോ സാറും ടീമും എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ജെന്റിൽമാൻ, എപ്പോഴും സ്മൈലിങ്. ടീമിൽ പിന്നെ സന്ദീപ് ആയിരുന്നു സൈറ്റ് എഞ്ചിനീയർ, ആർമി സൂപ്പർവൈസർ. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ക്വാളിഫൈഡ് ടീമാണ് അവർ. അവരുടെ വർക്കേഴ്സും അതേപോലെ തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള, എന്താ പറയുക, നമ്മളുടെ ഓരോ സജഷൻസും അതിനെ പറ്റിയുള്ള ഇൻപുട്ട് അവർ തരുന്നതൊക്കെ വളരെ വാല്യൂബിളായിട്ടുള്ള ഇൻപുട്ടായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ അവർ പറയുന്നതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാലക്കാടുള്ള കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ മധുരയിൽ 1-2 വീടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാലക്കാട് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ അവർ പറയുന്നത് ഒരു മോൺസൂണുള്ള സീസൺ കഴിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലാവുന്നത്. അത്രയും വാല്യൂബിളായിട്ടുള്ള ഇൻപുട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഫ്ലെക്സിബിളുമാണ് അവർ സംസാരിക്കാൻ. നമുക്ക് ഓരോ ബാലിശമായ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത്. അവർ 10-40 പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഓരോ ഓണർക്കും എന്താ പറയുക, അതവരുടെ ഡ്രീം പ്രോജക്റ്റാണ്. അതവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു സജഷൻസ് പറയുകയാണെങ്കിലോ അവർ കൊടുക്കുന്ന ഇൻപുട്ട്, എസ്പെഷ്യലി സന്ദീപിൻ്റെ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്, കുറേ ഇൻപുട്ട് വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ആർക്കിടെക്ട് ഡിസൈനാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് അവരുടെ സ്പെസിഫിക്കേഷൻസ് യോജിച്ച് അതുപോലെയാണല്ലേ അവരൊക്കെ. അതിലും ആർക്കിടെക്ട്സ് ഒക്കെ അപ്രൂവ്ഡ് ആണ്. ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണെന്ന് അവരും അതെ അതെ. ആർക്കിടെക്റ്റും വളരെ ഹാപ്പി ആയിരുന്നു. 2-3 പ്രാവശ്യം ഒരു മൂപ്പര് വന്ന് നോക്കിയിട്ടും അവർ തന്നെയാണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ് നല്ല കൺസ്ട്രക്ഷൻ ആണ്, നിങ്ങൾക്കൊന്നും പഠിക്കുന്ന നല്ല പ്രൊഫഷണൽ ടീമാണ് ചെയ്യുന്നത്. നല്ല പ്രൊഫഷണൽ എത്തിക്സ്, വർക്ക് എത്തിക്സ് ഉള്ള, നമ്മൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാത്തൊരു നല്ല വർക്കാണ്. വി ആർ വെരി ഹാപ്പി. അവർ കൂടുതൽ നന്നായി വളരട്ടെ ആശംസിക്കുകയാണ്. എന്താ വിജയ സാറും ടീമും സന്ദീപും അരുണും എല്ലാവരും അവരുടെ മറ്റുള്ള ടീമരും. പിന്നെ വേറൊരാൾ പറയുകയാണെങ്കിൽ അവരുടെ കാർപ്പൻ്റർ അനീഷ്, അതും പറയണം. ഒരു നല്ല ജോലിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടീമാണ്.